നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൗഹൃദവുമായ നോട്ടുബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൗഹൃദ നോട്ടുബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ടുബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനു പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ടുബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൗഹൃദ നോട്ടുബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും, ഇതെല്ലാം അടങ്ങിയ ഒരു കിടിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്. ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200ഓളം അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കിലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന്റെ ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അതിനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രപ്രധാനമായ ചെമ്പു തകിടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും ഒടുവിലാണ് ലൈഡൻ പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന 1000ഓളം വർഷം പഴക്കമുള്ള ഈ വിലമതിക്കാനാവാത്ത തമിഴ് പൈതൃക സമ്പത്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏകദേശം 11ാം നൂറ്റാണ്ടിൽ
ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ, പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ, അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ, അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൗഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൗജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൗജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകി വരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൗതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൗതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.